പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കുകയും എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾ ഭയഭക്തിയോടെ അമ്മയുടെ മുൻപിലായിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. ഹൃദയം തകർന്ന് കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ അമ്മ സ്വർഗം തുറക്കണമേ. അങ്ങേ പുത്രനോട് അമ്മ നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ പിടിച്ചു കയറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ഒന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ജോലി നഷ്ടപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ. പലവിധ കേസുകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയൊന്ന് ആശ്വസിപ്പിക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. വ്യക്തി ജീവിതങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ. അമ്മേ മാതാവേ, അമ്മ കൃപാസന ആൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാനാണ്. ദൈവത്തോട് ഞങ്ങളെ ചേർക്കുവാനാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോനാഥ, അങ്ങു ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങളുടെ പൂമുഖത്തിന്മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങളുടെ ഭൂമിക്ക് സന്തോഷവും സമാധാനവും നൽകണമേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളും ദൈവമക്കളാണെന്ന വിശ്വാസത്തിൽ ദൈവമക്കളായി ജീവിപ്പാൻ അമ്മ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഓരോ മക്കളെയും ഒരുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തു നിന്നും കലഹങ്ങളും കഷ്ടതകളും വേദനകളും ദാരിദ്ര്യവും അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗത്തിൻ്റെ സന്തോഷം ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒന്ന് ഒഴുക്കണമേ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. 2-3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഞങ്ങളുടെ ഓരോ മക്കളുടെയും ഹൃദയ വിചാരങ്ങൾ കാണുന്ന ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് മാത്രമാണ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നത്. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ദൈവസ്നേഹം തേടിയെത്തിയിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയ ഭാരങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥകളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. ഞങ്ങളുടെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ. അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റ് പറ്റി കിടക്കയിലായി പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും രക്ഷിക്കണമേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ICUയിലും വെന്റിലേറ്ററിലും ആയിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി തിരികെ വരാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. അമ്മയെ ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും ഒന്ന് കടന്നു ചെല്ലണമേ. അമ്മയുടെ വലതു കരം നീട്ടി അവരെ ഒന്ന് സ്പർശിക്കണമേ. ആ മക്കളെ ഒന്ന് ഉയർത്തണമേ. തകർച്ചകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഓരോ മക്കളെയും അമ്മ രക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണ്. മക്കളുടെ വേദന അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അമ്മയെ അറിയാൻ കഴിയുക? ഞങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളൊന്ന് കാണണമേ.
ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളൊന്ന് കാണണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന നിരവധിയായ മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ആ മക്കളുടെ എല്ലാവരുടെയും അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. എല്ലാ മക്കളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ട് തിരികെ വരാനായി ആഗ്രഹിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മയൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അമ്മയോട് കൂടി ആയിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് മൗനമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ എല്ലാം ഏറ്റെടുത്ത് തിരുകുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കാണുന്ന അമ്മേ, അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.